നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവമക്കൾ, പ്രത്യേകാൽ ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാനനെ കർത്തദാസൻ, അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത രാഗ്ലിൻ ബ്രദർ എന്നെ ഓർക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. ദൈവം ആ സഹോദരനെ ഇന്ന് പകൽക്കാലം കാണുവാൻ ദൈവം എനിക്ക് സാഹചര്യം തന്നതിനെ ഓർത്ത് ഞാൻ സ്വാതന്ത്ര്യം ചെയ്യുന്നു. എൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്ത് വലിയതുറയാണെങ്കിലും ഞാൻ ശുശ്രൂഷിക്കുന്നത് തിരുമല കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് ഒരു കൊച്ചു സഭയുണ്ട്, കുറച്ച് ദൈവമക്കളുണ്ട്. അവിടെ ഒരുമിച്ച് ആരിപ്പാൻ ദൈവം എന്നെ സഹായിക്കുന്നല്ലോ. ഇന്ന് പകൽക്കാലം ഇത്രത്തോളം ദൈവമക്കൾക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വരുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ ഒരു ഹല്ലേലൂയ, ശക്തിയോടെ നല്ലൊരു ഹല്ലേലൂയ പറയാം. എൻ്റെ ഹൃദയത്തിൽ സന്തോഷം തോന്നുമ്പോഴൊക്കെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഓർപ്പിക്കാറുള്ള കാര്യമുണ്ട്. തമിഴ്നാട്ടിലൊരു ലേഡി ഡോക്ടർ രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടതിന് ശേഷം, എല്ലാവരും ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഇവർക്കൊരു സ്വഭാവമുണ്ട്. എന്ത് ചെയ്താലും ഇവർ സ്തോത്രം ചെയ്യും. എന്ത് ചെയ്താലും, അയ്യോ അങ്ങനെയെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞേ, എന്ത് ചെയ്താലും എൻ്റെ കൂടെ നിങ്ങൾ പറയണം കേട്ടോ. എന്ത് ചെയ്താലും സ്തോത്രം ചെയ്യും. നടക്കുമ്പോൾ സ്തോത്രം ചെയ്യും, ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യും, ഒരു രോഗി കാണാൻ വന്നാൽ സ്തോത്രം ചെയ്യും, കണ്ടിട്ട് തിരിച്ചുമ്പോൾ സ്തോത്രം ചെയ്യും, ട്രിപ്പ് ഇടുമ്പോൾ സ്തോത്രം ചെയ്യും, ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ സ്തോത്രം ചെയ്യും. എന്ത് ചെയ്താലും എപ്പോഴും എന്ത് പറയും? അയ്യോ പോരാ, ശക്തിയോട് സ്തോത്രം പറഞ്ഞേ, ആ സ്തോത്രം പറയും. ഇങ്ങനെ ഇവർ ഇടപെടാതെ എപ്പോഴും സ്തോത്രം 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 എന്ന് പറയുന്നത് കേട്ടിട്ട് ആ തമിഴ്നാട്ടിൽ അതേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പ്രഭാകരൻ എന്ന് പറയുന്ന ഡോക്ടർ എപ്പോഴും സ്തോത്രം ചെയ്യുന്ന സെൽമാരെ ഡോക്ടറോട് ചോദിച്ചു, ഉങ്ക ആണ്ടവർക്ക് എന്നാ കാത് കേൾക്കാതാ, இந்த அளவுக்கு நீங்கள் ஸ்தோத்திரம் சொல்லணுமா, 1-2 ஸ்தோத்திரம் சொன்ன உங்கள் ஆண்டவர் காதில் வாங்க மாட்டாங்களா എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവത്തിന് എന്താ കാത് കേട്ടൂടെ? 1-2 സ്തോത്രം ചെയ്താൽ പറ്റത്തില്ലേ? നീ എന്തിനാ ഇത്രമാത്രം നിർത്താതെ സ്തോത്രം ചെയ്യുന്നതെന്ന് കളിയാക്കി ചോദിച്ചപ്പോൾ അപ്പോഴും എപ്പോഴും സ്തോത്രം ചെയ്യുന്ന സെൽമാരെ ഡോക്ടർ ഒരു സ്തോത്രം പറഞ്ഞിട്ട് തിരിച്ചു വീട്ടിൽ പോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നീ എന്തിനാണ് ഇത്രയും സ്തോത്രം ചെയ്യുന്നത്, എന്തിനാണ് നീ ഇത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, നിന്റെ ദൈവം പൊട്ടനാണോ ചെകിടനാണോ എന്ന് കളിയാക്കി ചോദിച്ച ഈ പ്രഭാകരൻ ഡോക്ടറിൻ്റെ കുഞ്ഞിന് 1 വയസ്സ് തികയുന്നതിൻ്റെ അന്ന് അദ്ദേഹം വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി വച്ചിട്ട് എല്ലാവരെയും ക്ഷണിച്ചതിൻ്റെ കൂട്ടത്ത് എപ്പോഴും സ്തോത്രം ചെയ്യുന്ന ഈ സെൽമാർ ഡോക്ടറിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഈ പ്രഭാകരൻ ഡോക്ടറിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ വൈകിട്ട് 5 മണിയായപ്പോൾ എപ്പോഴും സ്തോത്രം ചെയ്യുന്ന സെൽമാർ ഡോക്ടർ തൻ്റെ കാറിൽ വന്ന് പ്രഭാകരൻ ഡോക്ടറിൻ്റെ മുറ്റത്തോട്ട് ഡോറ് തുറന്നിറങ്ങാനും ഈ സ്തോത്രം ചെയ്യുന്നതിന് കളിയാക്കിയ പ്രഭാകരൻ ഡോക്ടർ വളർത്തുന്ന പട്ടി ഈ സെൽമാർ ഡോക്ടറിനെ കടിക്കാൻ ദൂരെ നോടി ഇങ്ങനെ വരികയാണ്. ഈ പട്ടി ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നത് കണ്ടിട്ട് അവിടെ നിന്ന് സെൽമാർ ഡോക്ടർ സ്തോത്രം 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 എന്ന് ശബ്ദമുയർത്തി പറയാനും സ്തോത്രത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ പ്രഭാകരൻ ഡോക്ടറിന് മനസ്സിലായി ആര് വന്നിട്ടുണ്ട്, സെൽമാർ ഡോക്ടർ. അങ്ങനെ വരാന്തയിൽ നിന്നിട്ട് ഈ പട്ടി ഓടി വരുന്ന കണ്ടിട്ട് പ്രഭാകരൻ ഡോക്ടർ ടൈഗർ കമോൺ എന്ന് പറഞ്ഞ ഉടനെ സെൽമാർ ഡോക്ടറിനെ കടിക്കാൻ വേണ്ടി ഓടിപ്പോയ പട്ടി തിരിച്ചോടി വന്ന് ഈ പ്രഭാകരൻ ഡോക്ടറിൻ്റെ കാലിൻ്റെ അവിടെ നിന്ന് ചാടുകയും ബഹളം ഉണ്ടാക്കുകയും വാലിട്ടാട്ടുകയൊക്കെ ചെയ്യുക. ഈ പട്ടി ഇങ്ങനെ ചാടുകയും വാലിട്ടാട്ടുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഈ സെൽമാർ ഡോക്ടറിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചിന്ത വന്നിട്ട് ഈ സെൽമാർ ഡോക്ടർ പ്രഭാകരൻ ഡോക്ടറോട് ചോദിച്ചു, ഇതാരുടെ പട്ടിയാണെന്ന് ചോദിച്ചു. പ്രഭാകരൻ ഡോക്ടർ പറഞ്ഞു, എൻ്റെ പട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഇത് എന്തിനാണ് ഇങ്ങനെ നിർത്താതെ വാലിട്ടാട്ടുകയും ബഹളം ഉണ്ടാക്കുകയും ചാടുകയും തുള്ളുകയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പ്രഭാകരൻ ഡോക്ടർ പറഞ്ഞു, അത് എന്നോട് കാണിക്കുന്ന നന്ദി പ്രകടനമാണെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സെൽമാൻ ഡോക്ടർ പറഞ്ഞു, നന്ദി പ്രകടനമാണെങ്കിൽ 1-2 പ്രാവശ്യം ചാടിയാൽ പോരെ, നന്ദി പ്രകടനമാണെങ്കിൽ 1-2 പ്രാവശ്യം വാലാട്ടിയാൽ പോരെ, നന്ദി പ്രകടനമാണെങ്കിൽ 1-2 പ്രാവശ്യം ചാടിയാൽ പോരെ. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ പ്രഭാകരൻ ഡോക്ടർ പറഞ്ഞു, ഞാനതിന് 3 നേരം മുടങ്ങാതെ ഫുഡ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ നന്ദി പ്രകടനമാണ് അത് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സൽമാനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ കഴിക്കുന്ന അതേ ഡൈനിങ് ടേബിളിൽ വെച്ചാണോ ഈ മൃഗത്തിന് ഫുഡ് കൊടുക്കുന്നത്? പ്രഭാകരൻ ഡോക്ടർ പറഞ്ഞു, അല്ല, അതുകൊണ്ടാ കാണുന്ന കൂട്ടിൽ വെച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും സൽമാൻ ഡോക്ടർ തിരിച്ചു ചോദിച്ചു, നീയും നിന്റെ മക്കളും കഴിക്കുന്ന അതേ ഫുഡാണോ ഈ മൃഗത്തിന് കൊടുക്കുന്നത്? അപ്പോൾ പ്രഭാകരൻ ഡോക്ടർ പറഞ്ഞു, അല്ല, ഞാനും എൻ്റെ മക്കളും കഴിച്ചിട്ട് ബാക്കി വയ്ക്കുന്ന വേസ്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് സെൽമാൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, നീയും നിന്റെ മക്കളും കഴിച്ചിട്ട് ബാക്കി വയ്ക്കുന്ന വേസ്റ്റ് കഴിക്കുന്ന ഈ മൃഗത്തിന് ഇത്രയും നന്ദി പ്രകടനം കാണിക്കാൻ തോന്നുന്നെങ്കിൽ എന്നെയും എൻ്റെ തലമുറകളെ പരിപാലിച്ച് നിർത്തുന്ന, എന്നെയും എൻ്റെ തലമുറകളെ കാത്ത് പരിപാലിക്കുന്ന, പട്ടിണിക്കിടാതെ വേണം പരിപാലിക്കുന്ന ദൈവത്തിന് എന്തുമാത്രം മഹത്വം കൊടുക്കണം. ഇന്ന് പകൽക്കാലം കരമടിച്ച് ശക്തിയോടെ നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? 2024 അവസാനം വരെ നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന്റെ കരുതൽ.
അല്പസമയം എല്ലാവരും കരമടിച്ച് ശക്തിയോടുന്ന ദൈവത്തിനെ മഹത്വപ്പെടുത്തി ഇന്ന് പകൽക്കാലം നന്ദി എന്ന ഹൃദയത്തോടെ മരണപ്പന്തലുകളെല്ലാം കുടുംബത്തിനകത്ത് വിരിക്കാൻ പിശാചേവൻ ശ്രമിച്ച സ്ഥാനത്ത് എന്നെ മേലെ തലമുറകളെ നിർത്തിയ ദൈവത്തിലെ കരുതലിനായി എല്ലാവരും അല്പസമയം ആത്മാവിൽ നിറഞ്ഞൊന്ന് ദൈവത്തെ സ്തുതിച്ച് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഒരു കഷണം ബിസ്ക്കറ്റ് കൊടുത്താൽ ചാകുന്നത് വരെ മരിക്കുന്നത് വരെ നന്ദി കാണിക്കാൻ മറക്കാത്തൊരു മൃഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ തന്ന ആ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന് പകൽക്കാലം എത്രത്തോളം മഹത്വം കൊടുക്കണം. ഒരു കഷണം ബിസ്ക്കറ്റ് കൊടുത്താൽ, ഒരു ബ്രിട്ടാനിയയുടെയോ എന്തെങ്കിലും ഒരു കഷണം ബിസ്ക്കറ്റ് കൊടുത്താൽ എത്ര മാസങ്ങൾ കഴിഞ്ഞാലും കൊടുത്ത ഒരു ബിസ്ക്കറ്റിൻ്റെ പേരിൽ ഈ ചത്തുപോകുന്നൊരു മൃഗം നന്ദി കാണിക്കാൻ മറക്കുന്നില്ലെങ്കിൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും വേണ്ടി ജീവൻ തന്ന ആ തമ്പുരാന്റെ സ്നേഹത്തെ ഓർത്താൽ ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും മിണ്ടാതിരിക്കാൻ കഴിയുമോ? ആ രണ്ട് കരവും അടിച്ച് ഒരു പ്രാവശ്യം കൂടെ ശബ്ദമുയർത്തി ആ ജീവനുള്ള ദൈവത്തിനോട് സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്തൊരു ദൈവസാന്നിധ്യം കൊണ്ട് നിറയട്ടെ. തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കട്ടപ്പാ. വായിച്ച വചനത്തിലേക്ക് വരികയാണ്. എല്ലാ ദൈവമക്കളെയും ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇവിടെ വരുവാൻ എനിക്ക് ദൈവം അവസരം തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എനിക്ക് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, ദൈവമക്കളെ എല്ലാവർക്കും വിടുതല. ഞങ്ങളുടെ IPCയുടെ 77ാമത് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക, ഉത്സവം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മീറ്റിംഗ് എന്നെ വിളിച്ചറിയിക്കുന്നത്. പക്ഷേ ഒരു മടിയും കൂടാതെ ഞാൻ ഓക്കെ പറഞ്ഞു. കാരണം അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ കുറിച്ച് ആത്മനിയോഗം ഉണ്ടായി. ഞാൻ ആ ക്യാമ്പെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് നിശ്ചയമായിട്ട് വിശ്വാസമുണ്ട് എനിക്ക് മാത്രമല്ല സഭയ്ക്കും ദൈവമക്കൾക്ക് എല്ലാവർക്കും വിടുതല. 2024 ജനുവരി മാസം മുതൽ നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധികൾ നേരിട്ടു അത് ദൈവത്തിന് വിഷയമല്ല. ഏതൊക്കെ പ്രതികൂലങ്ങൾ നിങ്ങൾ നേരിട്ടു ദൈവത്തിന് വിഷയമല്ല. ഏതൊക്കെ ചെങ്കടൽ നിങ്ങളുടെ മുമ്പിൽ വന്നു വിഷയമല്ല. 2025 എന്ന് പറയുന്നൊരു വർഷമുണ്ടെങ്കിൽ അത് വാഗ്ദത്തത്തിന്റെ തുടക്കങ്ങളാണെന്ന് ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് ദൈവത്തിലൊന്ന് മഹത്വപ്പെടുത്തിയേ എന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ. അടുത്തിരിക്കുന്നവർ സ്തോത്രം പറയുന്നതിൽ നമ്മളെ വിഷയമില്ല. നമ്മൾ ശക്തിയോടെ ഏറ്റെടുത്തോണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അല്പം സംസാരിക്കാനൊക്കെ അവസരം കൊടുത്ത സമയത്ത് ഞാനിത് പ്രാരംഭത്തിൽ അങ്ങ് പറഞ്ഞു വിടുക. അവസരം കൊടുത്ത സമയത്ത് ഒരു അച്ഛൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാ ദൈവദാസന്മാരും എല്ലാ വർഷവും അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയും, അടുത്ത വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, അടുത്ത വർഷം ഞങ്ങൾക്ക് വിടുതലാണ് എന്നൊക്കെ പറയാറുണ്ട്. അതൊരു ക്ലീശേ ഡയലോഗാണ്, അതിൻ്റെ അകത്തൊന്നും വലിയ കാര്യമില്ല. അദ്ദേഹം അത് പറഞ്ഞ രണ്ടാമത്തെ ഒരു പോയിന്റ് ഇങ്ങനെയാണ്: 2019 20 19 തുടങ്ങാൻ പോകുന്ന സമയത്തും 20 തുടങ്ങാൻ പോകുന്ന സമയത്തും ഈ പാസ്റ്റർമാരും പ്രവാചകന്മാരും എല്ലാം ഒക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞല്ലോ അടുത്ത വർഷം ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും, ഭയങ്കരമായിരിക്കും. പക്ഷേ കൊറോണ വന്ന ആരാധനയ്ക്ക് പോലും പോകാൻ പറ്റാതെ, സഭായോഗത്തിന് പോലും പോകാൻ പറ്റാതെ, തമ്മിൽ കാണാൻ പറ്റാതെ, പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിൽ ഇരിക്കേണ്ടി വന്നല്ലോ. നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? 2019 തുടങ്ങാൻ പോകുന്ന സമയത്ത്, 2020 തുടങ്ങാൻ പോകുന്ന സമയത്തും ഈ പാസ്റ്റർമാരെല്ലാം പറഞ്ഞില്ലേ ഭയങ്കര വിടുതലാണ്, അനുഗ്രഹമാണ്, വാഗ്ദത്തമാണെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷേ ആരാധനയ്ക്ക് പോലും പോകാൻ പറ്റാതെ നമ്മൾ വീട്ടിനകത്തിരിക്കേണ്ടി വന്നില്ലേ. ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങ് ഭയങ്കരമായിട്ട് ചിരിച്ചു. കുറേ പേരൊക്കെ അല്ലേലേ പറഞ്ഞു, കുറേ പേരൊക്കെ സ്തോത്രം പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് അങ്ങ് ഉരുകി. ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവ്, ഇതിന് എനിക്കൊരു മറുപടി തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ 5 മിനിറ്റിനകത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പെട്ടെന്ന് വന്നൊരു ചിന്ത ഇങ്ങനെയാണ്, ആ ഒരു വചനം ഇങ്ങനെയാണ്. സാരാഫത്തിലെ വിധവയുടെ കാര്യം എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പെട്ടെന്ന് ദൈവാത്മ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം. സാരാഫത്തിലെ വിധവയുടെ ആ സമയത്തുള്ള പ്രശ്നം എന്തെന്നറിയാമോ? കലത്തിൽ അവസാനത്തെ മാവ്, ആ മാവ് കൊണ്ട് അടയുണ്ടാക്കി താനും തൻ്റെ മകനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ആ അടയുണ്ടാക്കാൻ വേണ്ടി വിറക് പിറക്കിക്കൊണ്ടിരിക്കുക പട്ടണവാതിൽക്കൽ. എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് ഡെഡ് ബോഡിയായി പട്ടണത്തിൻ്റെ പുറത്തു പോകാൻ വേണ്ടി റെഡിയായിരിക്കുന്ന ഒരു കുടുംബം. ഈ സഹോദരിയുടെ അടുത്ത് നമ്മൾ പോയിട്ട് ചോദിക്കണം, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ ആ സഹോദരി ഏത് വർഷം പറയും?
ഏത് വർഷം പറയും? ആ വർഷം പറയും അല്ലേ? കാരണം എന്താ? അവസാനത്തെ മാവ് അതുകൊണ്ട് അടയുണ്ടാക്കി ഞാനും എൻ്റെ മകനും അവസാനം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിരിക്കുക. കാരണം ഞാനൊരു വിധവയാണ്, ശരിയാണ്, പക്ഷേ എനിക്ക് ആശ്രയമായിരുന്ന ഈ മകനും ഞങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത് മരിക്കാൻ വേണ്ടി ഇരിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം വന്ന ഈ വർഷമാണ് ഏറ്റവും മോശമായ. ഓക്കെ, കുറച്ച് കഴിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഏലിയാവെന്ന് പറയുന്ന അതിശക്തനായ പ്രവാചകൻ ആ ഭവനത്തിനകത്ത് കയറി വന്ന് തീരാൻ പോയ അടയെ വർദ്ധിപ്പിച്ച് ആത്മഹത്യയുടെ വക്കിലിരുന്ന കുടുംബത്തെ ദൈവം വിടുവിച്ച് അടുത്ത ഒരു ജനറേഷന് വിടുതലിനെ സാക്ഷ്യമാക്കി ദൈവം നിർത്തിയെങ്കിൽ ഇനി ആ സഹോദരിയെടുത്ത് ചോദിക്കണം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏത് വർഷം പറയും? അതേ വർഷം. കുറച്ചു മുമ്പേ ചോദിച്ചു നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മോശമായ വർഷം ഏതെന്ന് ചോദിച്ചപ്പോൾ ഏത് വർഷം പറഞ്ഞു? ആ വർഷം. കുറച്ച് കഴിഞ്ഞ് കർത്താവിൻ്റെ ഹിതപ്രകാരം ഏലിയാവ് അതിൻ്റെ അകത്ത് വന്നു കയറിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ വർഷം ഏതെന്ന് ചോദിച്ചപ്പോൾ ഏത് വർഷം പറഞ്ഞു? ഇനി നിങ്ങൾ ഇങ്ങനൊന്ന് ചിന്തിച്ചേ, 19 20 കൊറോണയും പ്രശ്നങ്ങളും ഒക്കെ വന്നു, ശരിയാണ്, പക്ഷെ അതിൻ്റെ നടുവിലും വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി എന്നെ നിങ്ങളെ ദൈവം പട്ടിണിക്കിടാതെ വേണം നിലനിർത്തിയില്ലേ? ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ 6 മാസം 7 മാസം മീറ്റിങ്ങും ഇല്ലാതെ ആർക്കും ജോലിക്കും പോകാൻ പറ്റാതെ ഒന്നും പോകാൻ പറ്റാതെ ഇരുന്ന സമയത്തും പട്ടിണിക്കിടാതെ വണ്ണം നമ്മളെ പരിപാലിച്ചൊരു ദൈവം. ഇന്ന് പകൽക്കാലം ഞാനത് പറയുമ്പോൾ ഹൃദയം തുറന്ന് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെയും എൻ്റെ തലമുറകളെ നിലനിർത്തിയതിനാൽ ഞാൻ വിശ്വസിക്കുന്ന 2024 ഞാൻ ഏതൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു എൻ്റെ വിഷയമല്ല, പക്ഷേ 2025 ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളുടെ കർത്താവേ ചില വിടുതലുകളുടെ തുടക്കമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ ആ ദൈവത്തിനെ മഹത്വപ്പെടുത്താമോ? ഉദമന രഗദന ശാന്തൂരിയാമന രഗന്ദലഞ്ജന പ്രൗഢ അടകന ദിലമന രംബല രക്ഷത്തിലമന ശംബരഞ്ജന പ്രൗഢ. വായിച്ച വചനത്തിലേക്ക് വരാം. എല്ലാ ദൈവങ്ങളും എന്നെ ശ്രദ്ധിച്ചിരിക്കണം. വായിച്ച വചനത്തിലേക്ക് വരാം. ഒരു ദിവസം കരുവേലകത്തിൻ്റെ കീഴിൽ നിന്ന് ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോൻ. ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ ദൈവമക്കളോട് ദൈവാത്മാവിനെ അറിയിക്കാൻ എന്നോട് തന്നൊരു വചനം ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ആരും ദയവായി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭവനത്തിൽ പോയി വായിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. കരുവേലകത്തിൻ്റെ കീഴിലിരുന്ന് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോൻ. ഈ ഗിദെയോൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്രായേൽ മക്കൾ വിതയ്ക്കുന്നുണ്ടെങ്കിലും കൊയ്യാൻ പറ്റുന്നില്ല. കാരണം അവർ അനുഭവിക്കേണ്ട നന്മ ഭവനത്തിൻ്റെ അകത്ത് കൊണ്ടുവരുന്നതിന് മുൻപേ ശത്രുക്കൾ അപഹരിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് വേറെയാണെങ്കിലും അത് ഞാൻ അവിടെ കൊണ്ട് നിർത്തി ഒന്ന് ഞാൻ മാറ്റി ദൈവമക്കളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുക. ദൈവം ഇസ്രായേൽ മക്കളെ മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചെങ്കിലും അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എങ്കിലും ഞാനൊന്ന് മാറ്റി അതൊന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ മക്കളുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ, വിതയ്ക്കുന്നുണ്ടെങ്കിലും കൊയ്യാൻ പറ്റുന്നില്ല. വിതയ്ക്കുന്നുണ്ടെങ്കിലും രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അധ്വാനിക്കുന്നുണ്ടെങ്കിലും താനും തൻ്റെ മക്കളും അനുഭവിക്കേണ്ട സകല നന്മകളും പിശാച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, നന്മ വരുന്നുണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ അനുഭവിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുൻപേ ഞങ്ങളുടെ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോകുന്ന ഒരു പറ്റം ശത്രുക്കൾ. 2024 ഞങ്ങൾ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. പക്ഷേ നാം അനുഭവിക്കേണ്ട ഏതൊക്കെയോ നന്മകൾ പൈശാചിക ശക്തികൾ എവിടെയൊക്കെ ചോർത്തിക്കൊണ്ട് പോയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ പറഞ്ഞ് വിശ്വസിക്കുക. ആ നന്മയെ കൊണ്ടുപോയ ശത്രുവിന്റെ വാതിലുകളെ അടച്ച് എനിക്കും എൻ്റെ തലമുറയ്ക്കും വേണ്ടി വാതിലുകൾ തുറക്കുന്ന ഒരു ദൈവത്തിലെ കരുതലുണ്ടെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചേ. ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്പന. നാളിതുവരെ അധ്വാനിച്ചിട്ടും അനുഭവിക്കാൻ കഴിയാതെ നന്മകളെ കൊണ്ടുപോകുന്ന മിദ്യാന്റെ കൈകളെ ഇന്ന് പകൽക്കാലം ബന്ധിക്കുന്ന ഒരു ദൈവത്തിലെ കരമി ഹോളിനകത്ത് ഇറങ്ങി വരട്ടെ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ 100 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് 10 രൂപ മിച്ചം ഉണ്ടായിരുന്നു. 500 രൂപ കിട്ടിക്കൊണ്ടിരുന്ന 500 രൂപ കിട്ടാൻ തുടങ്ങിയപ്പോൾ 50 രൂപ കടവായി. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല.
100 രൂപ വരുമാനമുള്ളപ്പോൾ 10 രൂപ മിച്ചം ഉണ്ടായിരുന്നു. 500 രൂപ വരുമാനം കൂടിയപ്പോൾ 50 രൂപ കടവായി. അത് 1000 രൂപ ആയപ്പോൾ നമ്മൾ പലിശയ്ക്ക് എടുക്കേണ്ടി വന്നു. 100 രൂപയാണോ വലുത്, 1000 ആണോ വലുത്? 1000 കിട്ടിയപ്പോൾ പോലും എനിക്ക് നന്മ എൻ്റെ വീട്ടിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആത്മീയതയിൽ നിൽക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തെ തകർക്കാനും ക്ഷീണിപ്പിക്കാനും പിശാച് കൊണ്ടുവരുന്ന സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സകല ഭൗതികമായതും ആത്മീയതമായതുമായ സകല തടസ്സങ്ങളെ ഇന്ന് പകൽക്കാലം പിതാവിൻ്റെ പുത്രനെയും പരിശുദ്ധയുടെ നാമത്തിൽ ഇവിടം കൊണ്ട് വിശ്വാസത്തോടെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യണപ്പാ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിനൊരു സാന്നിധ്യം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് അത് സംഭവിക്കട്ടെ. ദൈവമക്കൾ അത് അനുഭവിക്കട്ടെ. കഷ്ടപ്പെടുന്നുണ്ടോ? ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അധ്വാനിക്കുന്നുണ്ടോ? ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. ജീവിതമംഗൾ അധ്വാനിക്കുന്നുണ്ട്. തലമുറകൾ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ നന്മയുണ്ടോ കയ്യിൽ? ഒന്നുമില്ല. മിദ്യാനെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് ശത്രുവിൻ്റെ കയ്യിൽ പോലും കിട്ടാതെ വണ്ണം കുറച്ച് നന്മ ഗിദെയോനെടുത്ത് കരുവേലകത്തിൻ്റെ കീഴിൽ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുക. പിശാചിൻ്റെ കയ്യിൽ കിട്ടാതെ കുറച്ച് നന്മ ഗിദെയോനെടുത്ത് എന്ത് ചെയ്യാണ്? കരുവേലത്തിൻ്റെ കീഴിൽ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുക. ഈ മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോനോട് ദൂതൻ വന്നിട്ട് പറയുക, പരാക്രമശാലിയെ, നിന്റെ കൂടെ ദൈവമുണ്ട്. അയ്യോ, എന്തോ ദൂത അല്ലേ. ഗിദെയോൻ ഇരിക്കുന്നത് ഒളിച്ച, ശത്രുവിൻ്റെ കയ്യിൽ നന്മ കിട്ടാതെ വണ്ണം, ശത്രു അപഹരിച്ചു കൊണ്ടുപോകാതെ വണ്ണം, തനിക്കും തൻ്റെ ഭവനത്തിലുള്ളവർക്കും അനുഭവിക്കാൻ വേണ്ടി ശത്രുവിൻ്റെ കയ്യിൽപ്പെടാതെ കിട്ടിയ നന്മയും കൊണ്ട് ഓടി വന്ന് കരുവേലകത്തിൻ്റെ കീഴിൽ വെപ്രാളം കൊണ്ട് ഒളിച്ചിരുന്ന് മെതിക്കുന്ന മനുഷ്യനോട് ദൂതൻ വന്നിട്ട് പറയുക, പാടപ്പെടേണ്ട, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ കരം ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്ത്. ഈ ദൂതൻ വന്ന് ഗിദെയോനോട് പറഞ്ഞു, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് പറഞ്ഞ ഉടനെ ഗിദെയോൻ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അല്ലേ? അറിഞ്ഞോ അറിയാതെയോ പ്രാർത്ഥനാ മുറിയിലോ ഉപവാസ പ്രാർത്ഥനയിലോ കുടുംബ പ്രാർത്ഥനയിലോ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ അർത്ഥം, ഞായറാഴ്ച സഭാരാധനയ്ക്ക് വരുമ്പോൾ പ്രസംഗിക്കുന്ന കർത്തദാസൻ പറയുന്നു, പാടപ്പെടേണ്ട സഹോദരി, പാടപ്പെടേണ്ട സഹോദരൻ, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ പാസ്റ്റർമാർ പറയുന്നു, പാടപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. കാത്തിരിപ്പ് യോഗത്തിന് വരുമ്പോൾ പറയുന്നു, പാടപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ഹാർവസ്റ്റ് ടിവിയോ പവർ വിഷൻ ചാനലോ വയ്ക്കുമ്പോൾ അതിൽ പ്രസംഗിക്കുന്ന ദൈവാസന്മാർ പറയുന്നു, പാടപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. പക്ഷെ ചോദ്യം, എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞാൻ കേൾക്കുന്ന എന്താണ്? പാടപ്പെടേണ്ട, നമ്മുടെ കൂടെ ദൈവം. ഞായറാഴ്ച വരുമ്പോൾ ഞാൻ കേൾക്കുന്ന എന്താണ്? പാടപ്പെടേണ്ട, നമ്മുടെ കൂടെ ദൈവം. ഞാൻ അഥവാ വീട്ടിലിരുന്നൊരു പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് TV ചാനൽ വെച്ചാൽ അതിൽ പ്രസംഗിക്കുന്ന കർത്തദാസൻ എന്താ പറയുന്നത്? പാടപ്പെടേണ്ട, നമ്മുടെ കൂടെ ദൈവം. പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ കേൾക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ചോദ്യം, എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? 2, ഗിദെയോൻ ചോദിച്ചൊരു ചോദ്യം, എൻ്റെ പിതാക്കന്മാർ എന്നോട് അറിയിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെയും. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്നറിയാമോ? പണ്ട് ഗിദെയോൻ ഈ മോളുടെയൊക്കെ പ്രായമുള്ളപ്പോൾ, കുഞ്ഞായിരുന്നപ്പോൾ, ഗിദെയോൻ്റെ അപ്പച്ചനും അമ്മച്ചും ഒക്കെ ഗിദെയോന് പറഞ്ഞു കൊടുത്ത ഒരുപാട് കഥകളുണ്ട്. എന്തെന്നറിയാമോ? മക്കളെ, 400-450 വർഷമൊക്കെ ഞങ്ങൾ മിസ്രൈമിൻ്റെ അടിമത്തനത്തിൽ കിടന്ന് നെടുവീർപ്പിട്ട് നിലവിളിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളുടെ എതിരെയുള്ള കൊട്ടാരത്തിൻ്റെ അകത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ യോദ്ധാവായും നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണം കഴിച്ച് അവർ നന്നായി വളർന്നു വരുമ്പോൾ നമ്മുടെ ഇടയിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ അടിമകളായും അടികൊണ്ടും തകർന്ന് പട്ടിണി കിടന്നും വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ നിലവിളി ദൈവം കേട്ടിട്ട് ഒറ്റ രാത്രി കൊണ്ട് മോശ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പ്രവാചകനെ ഞങ്ങളുടെ നടുവിൽ ദൈവം അയച്ച് മിസ്രൈമിൻ്റെ അടിമത്തരത്തിൽ ഞങ്ങളെ വിടുവിച്ച് കനാൻ എന്ന് പറയുന്ന ഒരു അവകാശശേഷം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ മരുഭൂമിക്കകത്തൂടെ നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഗിദെയോൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഗിദെയോൻ ചോദിക്കും, അപ്പച്ച അമ്മച്ചി, ദൈവം വേറെ എന്തെങ്കിലും അത്ഭുതം ചെയ്തിട്ടുണ്ടോ മോനെ? എന്താ ചെയ്തിട്ടുള്ളേ മോനെ? ഞങ്ങളിങ്ങനെ കനാൻ ദേശം അവകാശമാക്കുവാൻ മരുഭൂമിയിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞങ്ങളുടെ മുൻപിൽ വന്ന ഏറ്റവും വലിയ പ്രതികൂലമായിരുന്നു ചെങ്കടൽ.
അപ്പോൾ വീണ്ടും ഗിദെയോൻ ചോദിക്കും, അപ്പച്ചി അമ്മച്ചി നിങ്ങൾ ചെങ്കടലിന് മുമ്പിൽ വന്നപ്പോൾ എന്തോ ചെയ്തു? മോനെ, ചെങ്കടലിന് മുമ്പിൽ വന്ന് നിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വാവിട്ട് നിലവിളിച്ച് ഭാരപ്പെട്ട സമയത്ത് ഒരു മനുഷ്യന്റെ സ്വപ്നത്തിൽ പോലും കാണാത്ത വഴി ചെങ്കടൽ നടുവിൽ തുറന്ന് ഞങ്ങളെ അക്കരെ എത്തിച്ച ഒരു ഉടയ തമ്പുരാന്റെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗിദെയോൻ ചോദിക്കും, അപ്പച്ചി അമ്മച്ചി നിങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ ഉടനെ വഴി തുറന്നു? ഓ മോനെ, ഉടനെ വഴി തുറന്നു. അപ്പോൾ ഓക്കെ, ശരി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അത്ഭുതം ദൈവം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. എന്താ അപ്പച്ച അമ്മച്ചി ദൈവം ചെയ്തേ? മോനെ, ഞങ്ങൾ മരുഭൂമിയിൽ കൂടെ നടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വിശന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ സ്വപ്നം പോലും കാണാത്ത മന്ന ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഞങ്ങളുടെ നടുവിൽ അയച്ച് ഞങ്ങളുടെ വയറ് നിറച്ച് ഒരു സർവശക്തനായ ദൈവത്തിന് കരമുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഗിദെയോൻ ചോദിക്കും, അപ്പച്ച അമ്മച്ചി നിങ്ങൾ ഭാരപ്പെട്ട ഉടനെ ദൈവം മന്ന തന്നോ? തന്നു മോനെ. വേറെ എന്താ അത്ഭുതം ചെയ്തേ? മോനെ, ഒരു ദിവസം ഞങ്ങൾ ഇറച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഭാരപ്പെട്ട് ഞങ്ങൾ വിഷമിച്ചപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് കടലിന്റെ അടിയിൽ കിടന്ന ലിവ്യാതാന്റെ തലയെ തകർത്ത് അതിന്റെ മാംസത്തിന് ചിറക് വെപ്പിച്ച് അതിനെ കാടപ്പക്ഷികളാക്കി പറത്തി പാളയത്തിന്റെ അകത്ത് കൊണ്ടുവന്ന് കയ്യെത്തി പിടിക്കുന്ന നിലവാരത്തിൽ കാടപ്പക്ഷികളെ പറത്തി നിർത്തിയ ഒരു സ്വർഗത്തിലെ ദൈവത്തിന് കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഗിദെയോൻ ചോദിക്കും, അപ്പച്ച അമ്മച്ചി നിങ്ങൾ വിഷമിച്ച് ഉടനെ ദൈവം ഇറച്ചി തന്നു. വേറെ എന്താ ചെയ്തേ? മോനെ, ഞങ്ങൾ മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ ദാഹം കൊണ്ട് വലഞ്ഞപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ടൊരു കൊമ്പൊടിച്ച് അഭിഷക്തനെ എറിഞ്ഞ സമയത്ത് ആരെ കൊണ്ട് മധുരമാക്കാൻ പറ്റാത്ത ആ പ്രശ്നത്തെ മധുരമാക്കിയ ഒരു ദൈവത്തിലെ കരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓ, ഞാനത് പറയുമ്പോൾ കരമടിച്ച് ശക്തിയോടെ മഹത്വപ്പെടുത്തിയേ. ജീവിതത്തിൻ്റെ അകത്ത് കൈപ്പേറിയ സന്ദർഭങ്ങളിലും ചെങ്കടലിന്റെ നടുവിലും കരഞ്ഞ സന്ദർഭങ്ങളിലും വെളിപ്പെട്ട് വന്നൊരു ദൈവത്തിന്റെ കരമില്ലേ? ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ അത്ഭുതമില്ലേ? ഇന്ന് പകൽക്കാലം ആ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കരം ഈ ഹോളിനകത്ത് ചലിക്കട്ടെ. എന്തു ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ കരമിറങ്ങി വരട്ടെ. അപ്പൊ ശ്രദ്ധിക്കണം, ഗിദെയോൻ ആദ്യം ചോദിച്ചത് എൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ? നമ്മുടെ ചോദ്യം, അതേ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എൻ്റെ പിതാക്കന്മാർ എന്നോട് അറിയിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെയും അതാ ഞാൻ ഇപ്പോൾ വിവരിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഗിദെയോൻ കേട്ടതൊക്കെ എന്തെന്നറിയാമോ? ചെങ്കടലിന് മുൻപിൽ വന്ന് നിന്ന ഉടനെ, ഓ അയ്യോ നിങ്ങൾ എൻ്റെ കൂടെ വരണേ, ചെങ്കടലിന് മുമ്പിൽ വന്ന് നിന്ന ഉടനെ ദൈവം അത്ഭുതം. ഇറച്ചിക്ക് വേണ്ടി കരഞ്ഞ ഉടനെ ദൈവം അത്ഭുതം. മാറയുടെ മുൻപിൽ വന്ന് വിഷമിച്ച ഉടനെ ദൈവം, വിശന്ന് കരഞ്ഞ ഉടനെ ദൈവം മന്ന. അപ്പൊ ഗിദെയോൻ കേട്ടത് എന്താ? ഉടനെ 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 ഉടനെ. ഇവിടെ 7 ഇരുന്നിട്ട് 21 ഇരുന്നിട്ട് സാധനം അനങ്ങുന്ന പോലും ഇല്ല. മനസ്സിലായില്ല? ഗിദെയോൻ കേട്ടത് എന്താണ്? ഉടനെ വിടുതൽ, ഉടനെ മന്ന, ഉടനെ ഇറച്ചി, ഉടനെ മാറിയ ദൈവം മധുരമാക്കി. ഇവിടെ 7 ഇരുന്നിട്ട് 21 ഇരുന്നിട്ട് ഇത്രയും നാളായിട്ട് ഈ സാധനം പലതും. ഹല്ലേലൂയ. ദൂത് പറഞ്ഞ പ്രവാചകന്റെ കുഴപ്പമല്ല, ആലയത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്റെ കുഴപ്പമല്ല ദൂത് നടക്കാത്തത്. പറഞ്ഞ ദൈവത്തിന് തെറ്റുപറ്റിയതുമല്ല. ഇന്ന് പകൽക്കാലം എൻ്റെ നന്മകളെ തടയുന്ന ഏതൊക്കെയോ അശേരകൾ എൻ്റെ ഭവനത്തിന് മുൻപിലുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ ആത്മാവിൽ വെട്ടി ജയിക്കാൻ തയ്യാറായാൽ ദൈവം പറഞ്ഞ ദൂത് ഒന്നുപോലും മുടങ്ങാതെ ആത്മാവിനത് തിരിച്ചറിയുന്ന ഒരു ശക്തിയോടൊന്ന് മഹത്വപ്പെടുത്തിയേ. എൻ്റെ നന്മകളെ തടയുന്ന അന്ധകാര ശക്തികളുടെ കരത്തെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ജയിക്കുന്നപ്പാ. അപ്പൊ ഗിദെയോൻ ചോദിച്ച ചോദ്യം, കർത്താവേ ഉടനെ 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 കിട്ടിയിട്ട് ഇവിടെ 7 ഇരുന്നിട്ട് 41 ഇരുന്നിട്ട് സാധനം അനങ്ങുന്ന പോലെ ഇല്ലല്ലോ. അപ്പോൾ ഗിദെയോനോട് ദൂതൻ പറഞ്ഞ വാക്കിതാണ്, അന്ന് രാത്രി യഹോവ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം, അന്ന് രാത്രി യഹോവ ഗിദെയോനോട്, നീ വീട്ടിൽ പോയി നിന്റെ അപ്പന്റെ ബലിപീഠമായ അശേര പ്രതിഷ്ഠയെ നീ വെട്ടണം.
അയ്യോ. എന്നിട്ട് അവിടെ നീ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയണം. ഞാൻ നിങ്ങളെ വായിപ്പിക്കാത്ത നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുള്ളതുകൊണ്ടാ. അന്ന് രാത്രി യഹോവ ഗിദെയോനോട് എന്താ പറയുന്നേ? നിന്റെ അപ്പൻ പണിഞ്ഞു വച്ചിരിക്കുന്ന അശേരയുണ്ട് നിന്റെ വീട്ടിന് മുൻപിൽ, അതിനെ നീ എന്ത് ചെയ്യണം? എന്നിട്ട് അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം നീ പണിയണം. കരമുയർത്തി ശക്തിയോട് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഗിദെയോൻ ചോദിച്ചത് എന്താണ്? കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തങ്ങളും നന്മകളും എൻ്റെ വീട്ടിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താ? ദൈവം തിരിച്ചു പറഞ്ഞ മറുപടി, മോനെ, വാഗ്ദത്തം നിന്റെ വീട് വരെ എത്തുന്നുണ്ട്, പക്ഷേ അത് കയറാതെ വണ്ണം തടയുന്ന ഒരു അശേര നിന്റെ വീടിന് മുമ്പിൽ ഉണ്ട്. ഈ പ്രാർത്ഥനയിൽ ദൈവം അതാ ചെയ്യുന്നേ. നിങ്ങളുടെ ഭവനത്തിന് നന്മകളെ തടയുന്ന അശേരകളെ ഇന്ന് പകലിൽ ആത്മാവിൽ വെട്ടാൻ ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്പന. അല്പസമയം എല്ലാവരും ആത്മാവിലൊന്ന് പോരാടി പ്രാർത്ഥിച്ച, കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ തലമുറകളുടെ നന്മകളെ തടയുന്ന അശേര പ്രതിഷ്ഠകളെ ഉടമ രഗത ശമ്പ രക്ഷ ദിലജ ഉടജ ഉടമന രഗതന ശമ്പന രക്ഷത്തിലമ്പന ശാന്തൂരിയാമാന രഗന്തലഞ്ജന പ്രൗഢ രമ്പന രക്ഷത്തിലമ്പന. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല അശേരകളെയും ഇന്ന് പകൽക്കാലം ഈ ആലയത്തിന്റെ അകത്തുനിന്ന് നിങ്ങൾ ആത്മാവിൽ വെട്ടു. ദൈവമക്കളെ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ തടയാൻ ശ്രമിക്കുന്ന അശേരകളെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വെട്ടാൻ തയ്യാറായാൽ ഉടമ രഗത ശാന്തൂര്യാമന രഗന്തലഞ്ജന പ്രൗഢ നമ്പന രക്ഷത്തിലമ്പന ശമ്പന ഉടമ രഗത ദിലമന രഗന്തലഞ്ജന പ്രൗഢകല. ഹല്ലേലൂയ. ഇനി ഈ വാക്ക് ശ്രദ്ധിക്കണേ. അന്ന് രാത്രി യഹോവ ഗിദെയോനോട്, നിന്റെ വീടിന്റെ മുൻപിലുള്ള അശേരനെ എന്ത് ചെയ്യണം? വാഗ്ദത്തം വരുന്നുണ്ട്, നന്മ വരുന്നുണ്ട്, പക്ഷെ അകത്ത് കയറാതെ വണ്ണം, നീ വിതയ്ക്കുന്നത് കൊയ്ത് നിന്റെ ഭവനത്തിൻ്റെ അകത്ത് കൊണ്ടുവരാതെ വണ്ണം, 2024 മൊത്തം നിന്നെ കരയിപ്പിക്കാൻ ശ്രമിച്ച, നിന്റെ ഭവനത്തിനകത്ത് ആത്മാക്കളെ വിടാതെ വണ്ണം, നിന്റെ ഭവനത്തിൻ്റെ അകത്ത് നന്മകളെ വിടാതെ വണ്ണം, സഭയ്ക്കകത്ത് ദൈവമക്കളെ വിടാതെ വണ്ണം തടഞ്ഞ അശേരകളെ വെട്ടാൻ. ഓ ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്പന. ഞാൻ പറയുന്നത് ആത്മാവിൽ എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. ഇന്നലെ വരെ നിങ്ങൾ ഏത് ദൂത് കേട്ട് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അങ്ങനെ ചെയ്യുകയാണ്. ഉടമന രഗതന ശമ്പന രക്ഷത്തിലമ്പന ശാന്തൂര്യാമാന. ഞാനത് ആത്മാവിൽ കാണുകയാണ്. ഇവിടെ ഇരുന്നത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഭവനത്തിന് നന്മകളെ തടയാൻ ഉയർന്നു നിൽക്കുന്ന ചില അശേരകളെ ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം ഇറങ്ങി വെട്ടിമാറ്റി. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വരുന്ന ചില പുതിയ വർഷങ്ങൾ മുടങ്ങിക്കിടന്ന ചിലത് തുറക്കുന്ന വർഷമാണെന്ന്. ശാന്തൂര്യാമാന രഗന്തലഞ്ജന പ്രൗഢ ഹടകര ദിലമന രഗതന ശാന്താരാമാന ഉടമ രഗത ദിലജ ഉടജ രഗത ശമ്പന ഉടമ രഗതാരംഭ രക്ഷന്താന. ഹല്ലേലൂയ. ഉടമന രഗതന ശമ്പന രക്ഷതിലമന ശാന്തൂര്യാമാന. ആ വാക്ക് ശ്രദ്ധിക്കണേ. അന്ന് രാത്രി യഹോവ ഗിദെയോനോട്, നീ അശേരയെ വെട്ടണം. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്തായിരിക്കും രാത്രി പറഞ്ഞ. അപ്പോഴാണ് ഒരു വചനം എൻ്റെ ഹൃദയത്തിനകത്ത് ഓർമ്മ വന്നത്. യേശു ഉപമകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുന്നൊരു വാക്കിതാണ്, ഒരുവൻ വിതച്ചു, രാവിലെ വന്ന് പിശാച് കള വിതച്ചു. അങ്ങനാണോ? ഉച്ചയ്ക്ക് വന്ന് കള വിതച്ചു. അങ്ങനാണോ? വൈകിട്ട് എപ്പോഴും വന്ന് കള വിതച്ചെന്നാ? രാത്രി. എന്ന് പറഞ്ഞാൽ
പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ നന്മ അനുഭവിക്കാൻ വിതയ്ക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ ഇടയിൽ രാത്രിയാമങ്ങളിൽ വന്ന് കള വിതയ്ക്കുന്ന അന്ധകാര മണ്ഡലത്തെ വെട്ടണമെങ്കിൽ നിന്റെ രാത്രിയിലെ പ്രാർത്ഥന കത്തിച്ചേ മതിയാകത്തുള്ളൂ. ആദ്യ സ്നേഹത്തിലേക്ക് ഞാനത് വന്നേ പറ്റത്തുള്ളൂ. ഇനി എന്നോട് ആരും പിണങ്ങല്ലേ, ഞാനൊരു കാര്യം പറയാം. ഈ ഇറങ്ങിയ സമയത്തുള്ള ആദ്യ സ്നേഹം ഇപ്പോഴും ഹൃദയത്തിൻ്റെ അകത്ത് ഉള്ള എത്ര പേരുണ്ട്? ഇറങ്ങിയ സമയത്തുള്ളൊരു തീവ്രത ഉണ്ടല്ലോ. ഇനി കല്യാണമല്ല, സഹോദരങ്ങളെ പിണങ്ങിയെന്ന് പറഞ്ഞാലും ഷെയർ കിട്ടിയില്ലെങ്കിലും ഞായറാഴ്ച അത് ആരാധന ഞങ്ങൾ മുടക്കുകയില്ല. വീട്ടിൽ ഇനി ആര് വരുന്നെന്ന് പറഞ്ഞിരുന്നാലും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പങ്കെടുക്കും. മക്കളിന് എവിടെ ടൂറ് പോകണമെന്ന് പറഞ്ഞാലും അവനെ സൺഡേ സ്കൂളിലും ഞായറാഴ്ച ആരാധനയ്ക്ക് ഞാൻ വിട്ടിരിക്കും. ഇന്ന് പല തലമുറകളുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ കരം വെളിപ്പെടാത്തതിൻ്റെ റീസൺ ഞാൻ പറയാം. ഒരുപക്ഷെ ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. മല കയറുന്ന അബ്രഹാം കയറിക്കൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വാക്കിങ്ങനെ മുഴങ്ങിയാണ്, ഞാൻ നിനക്ക് തന്ന ഏകജാതനായ പുത്രനെ നീ യാഗം കഴിക്കണം. അങ്ങനെ വർഷങ്ങളായി കാത്തിരുന്ന് കയ്യിൽ മേടിച്ച് വളർത്തി കൊതി തീരാത്ത ഈ ഇസഹാക്കിനെ കൊണ്ട് ഈ അബ്രഹാം മല കയറുമ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇസഹാക്കിൻ്റെ ചുമലിൽ വിറകടുക്കി വെച്ചിരിക്കുക. വിറകും ചുമന്ന് കയറുന്ന മകൻ, ശ്രദ്ധിക്കണം, വിറകും ചുമന്ന് കയറുന്ന മകൻ ദൂത് കേട്ട അപ്പനോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എവിടെ എവിടെ? ഈ ചോദ്യം ഇസഹാക്ക് എന്തിനായിരിക്കും ചോദിച്ചേ? അപ്പൊ തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, യാഗത്തിനുള്ള മൃഗം. എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ചിന്ത, ഇസഹാക്കിന് അറിയാം ഒരാരാധന പൂർത്തിയാകണമെങ്കിൽ തീയും കത്തിയും മാത്രം, വിറകും മാത്രം പോരാ, മൃഗവും വേണം. ഇത് എങ്ങനെ ഇസഹാക്കിന് അറിയാം? ഇസഹാക്കിൻ്റെ അപ്പനായ അബ്രഹാം യാഗം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇവൻ. എന്ന് പറഞ്ഞാൽ ഇവൻ ആരാധനയ്ക്ക് പങ്കെടുത്തിട്ടുമുണ്ട്, ദൈവത്തെ ആരാധിച്ചിട്ടുമുണ്ട്, ഇവൻ്റെ അപ്പൻ ഇവനെ ആരാധന എന്താന്ന് പഠിപ്പിച്ചിട്ടുമുണ്ട്. ആരാധന എന്തെന്ന് അറിയാമെന്നുള്ള ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാതെ പിന്നെ ആരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും? ഞാൻ പറഞ്ഞ മനസ്സിലായില്ല? എടാ, ആരാധന എന്തെന്നറിയാന്നുള്ളവൻ വിറക് ചുമന്ന് കയറുന്നതല്ല വിഷയം. ആരാധനയെ പറ്റി അറിയാവുന്നുള്ളവന്റെ ദേഹത്തുനിന്ന് ചോര വരാതെ അവിടെ അവന് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് നിങ്ങൾ മഹത്വം കൊടുക്കുക, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. കരുതുന്ന ഒരു ദൈവത്തിന്റെ കരം കാണാം. ഉടമ രഗത ശാന്തൂരിയാമാന രഗന്തലജന പ്രൗഢ. പല പ്രസംഗങ്ങളും പല ദൂതുകളും പല വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഹൃദയത്തെ ചലിപ്പിച്ചൊരു വാക്കിതാണ്, മകനെ നെവിനെ, ആരാധന എന്തെന്നറിയാന്നുള്ള ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാതെ ഞാൻ പിന്നെ ആരുടെ ജീവിതത്തിൽ ചെയ്യും? കുഞ്ഞുങ്ങളെ ആരാധന എന്തെന്ന് പഠിപ്പിക്കുക, ദൈവം ആരെന്ന് പറഞ്ഞു കൊടുക്കുക, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പങ്കെടുപ്പിക്കുക, സൺഡേ സ്കൂളിൽ പറഞ്ഞു വിട്, PYPക്ക് പറഞ്ഞു വിട്, ആദ്യ സ്നേഹം എന്നൊന്ന് പറഞ്ഞു കൊടുക്ക്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്ക്. തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ കരം നിങ്ങൾ കാണും. ഈ പ്രാർത്ഥന അങ്ങനെ ഒരു ചലനം സംഭവിക്കട്ടെ. ദൈവാസന എനിക്കറിയത്തില്ല, ഈ ആലയത്തിനകത്തുള്ള തലമുറകളുടെ മേൽ ദൈവത്തിനൊരു കരം വീഴുകയാ. ഞാനത് പ്രവചന ആത്മാവിൽ കൈമാറുകയാ. പിശാച് നോട്ടമിട്ടിരിക്കുന്ന ചില തലമുറകളെ ഈ 2025 ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഉടമ രഗത ശമ്പന രക്ഷത്തിലമ്പല ശാന്തൂര്യമന രഗന്തലജന പ്രൗഢകല. ഹല്ലേലൂയ. അപ്പൊ അന്ന് രാത്രി ഗിദെയോനോട് പറയുകയാണ്, മോനെ നീ വെട്ടണം. കാരണം ഈ രാത്രിയിലാണ് പിശാചിന്റെ പരിപാടി. ദൈവമക്കളെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ നേരത്തെ ചോദിച്ച പോലെ
മുമ്പൊക്കെ നമ്മൾ ഈ രാത്രിയിലിരുന്ന് പോരാടി പ്രാർത്ഥിക്കുന്ന പോലെ ഇപ്പം നമ്മൾ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ ഉൾപ്പെടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, നെവിൻ ഉൾപ്പെടെ. ഒരു സമയത്ത് നമ്മൾ പാവിരിച്ചിരുന്ന അന്യഭാഷയിൽ ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചാൽ നമുക്ക് നേരെ ശത്രു എത്ര ദൂരത്തുനിന്ന് ചെയ്തു വിടുന്ന സാധനവും ഒരു പ്രവാചകനും പറയാതെ വെളിപ്പെട്ട് കിട്ടുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരു പാസ്റ്ററും വീട്ടിൽ വരണ്ട, ഒരു പ്രവാചകനും വീട്ടിൽ വരണ്ട, ഒരു വലിയ ആളും വീട്ടിൽ വരണ്ട. കീറിയ പായായിരുന്നാലും ഞാനിരുന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് പലതും നടന്ന് കഴിഞ്ഞിട്ട് പോലും പലരും ഹല്ലേലൂയ. ഈ അഭിഷേകത്തിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവലെന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് ഞാനൊരു സംഭവം പറയാം. ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആശാരി ഉപദേശിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷയിൽ അതിശക്തമായ ദൈവം ഉപയോഗിച്ച ഒരു അഭിഷക്തനാണ് വാര്യാപുര യോനാച്ചൻ ദൈവാസൻ. അദ്ദേഹം ഇപ്പോൾ ഇല്ല, കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഈ വാര്യാപുര യോനാച്ചൻ എന്ന് പറയുന്ന ദൈവാസൻ അഗ്രഗണ്യ പ്രവാചകനും അസാധാരണമായ ഭൂതശാന്തി ശുശ്രൂഷയുള്ള ദൈവാസനായിരുന്നു. ഒരു ദിവസം ഒരു സ്ഥലത്ത് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയുടെ അവസാന സമയങ്ങളോട് ഇങ്ങനെ അനുബന്ധിച്ച് എല്ലാവരും ഉപവാസ പ്രാർത്ഥന ഭയങ്കര ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഭൂതമിളകി ഭയങ്കര വിഷയം. ഈ ഭൂതമിളകി അവിടെ നിൽക്കുന്ന എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നും ശ്വാസിച്ചിട്ടും ഈ സാധനം പോകുന്നില്ല. അവസാനം ഉപവാസ പ്രാർത്ഥന ആകെ അലങ്കോലപ്പെട്ടു. പിള്ളേർ ചിരിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, അങ്ങനെ ആകെ വിഷയം. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഭൂതം ബാധിച്ച വ്യക്തിയെ വണ്ടിയിൽ കയറ്റി നമുക്ക് വാര്യാപുര യോനാച്ചൻ ദൈവാസൻ്റെ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ 2-3 ദൈവാസന്മാർ കൂടെ തീരുമാനിച്ച് ഈ ഭൂതം ബാധിച്ച് ഭയങ്കര പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ വലിച്ച് വണ്ടിയിൽ കയറ്റി ഇവർ 100 എന്ന് പറഞ്ഞ് വണ്ടി സ്പീഡിൽ വിടുക. ഈ വണ്ടിക്കകത്ത് കയറിയത് മുതൽ ഈ ഭൂതം ഭയങ്കര പ്രശ്നം, ഭയങ്കര ബഹളം, ഇവരെ ഇരിക്കാൻ വിടുന്നില്ല. ഈ വണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൊട്ടാരക്കരയുടെ അടുത്ത് ഏനാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഏനാത്ത് പാലത്തിലോട്ട് വണ്ടി കയറാനും, ശ്രദ്ധിക്കണം, ഏനാത്ത് പാലത്തിലോട്ട് വണ്ടി കയറാനും അകത്ത് അത്രയും നേരം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭൂതം ചോദിച്ചു, വാര്യാപുര യോനാച്ചൻ്റെ അവിടെ ആണോ പോകുന്നതെന്ന് ചോദിച്ചു. ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ദൈവാസൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. പിന്നെ ഭൂതം വാ തുറന്നിട്ടില്ല, മിണ്ടിയില്ല. വണ്ടി പോയി യോനാച്ചൻ ദൈവാസൻ പാസ്റ്ററിൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്ത് പോയി നിൽക്കാനും വണ്ടി വന്ന് നിന്ന ശബ്ദം കേട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യോനാച്ചൻ ദൈവദാസൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ആരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട, അകത്ത് ഭൂതമാണെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ദൈവാസൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി, എങ്കിൽ നിങ്ങളാരും ഇറങ്ങണ്ട, അത് ഏനാത്ത് പാലം കയറിയപ്പോഴേ പോയെന്ന്. മനസ്സിലായില്ല. അകത്ത് ഭൂതമാണോ ചോദിച്ചു, അതേന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങളാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, അത് ഏനാത്ത് പാലം കയറിയപ്പോഴേ പോയി. എങ്ങനെ പോയി? അഭിഷക്തന്റെ പേര് കേട്ടപ്പോൾ പോയി. നിങ്ങൾക്ക് ഇങ്ങനൊന്ന് സ്വപ്നം കാണാൻ പറ്റുമോ? 2025 എൻ്റെ സഭയുടെ പേര് കേൾക്കുമ്പോൾ, എൻ്റെ ഭവനത്തിനകത്ത് മുഴങ്ങുന്ന സ്തോത്രത്തിലെ ശബ്ദം കേൾക്കുമ്പോൾ, ഇതിൻ്റെ അകത്ത് മുഴങ്ങുന്ന ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ, അന്ധകാര മണ്ഡലത്തിലെ തേർവാഴ്ചകളുടെ അസ്ഥിവാരങ്ങളെ കുലുക്കുന്നൊരു ദൈവ സാന്നിധ്യം. ഓ, കരമടിച്ച് ശക്തിയോടുന്ന ആത്മാവിന്റെ ദൈവത്തെ ആരാധിച്ചേ. എനിക്ക് വേണ്ടി ചലിക്കുന്നൊരു ദൈവത്തിലെ കരം. നമ്മുടെ സഭയുടെ പേര് കേൾക്കുമ്പോൾ, ഇവിടെ നിന്ന് മുഴങ്ങുന്ന ആരാധനയുടെ ശബ്ദം കേൾക്കുമ്പോൾ, ഭവനത്തിനകത്തുള്ള സ്തോത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, നമുക്ക് നേരെ തിരിയുന്ന അന്ധകാര മണ്ഡലത്തിന് തേർവാഴ്ചകളെ തച്ചുടയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന വർഷമായി മാറണം. ദൈവമക്കളെ, രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ഒരു ഭയങ്കര ശക്തി ഉണ്ട് കേട്ടോ. ഞാൻ അതുമാത്രം വിവരിക്കാൻ പോയി എനിക്ക് സമയം തികത്തില്ല. രാത്രിയിലെ പ്രാർത്ഥന ഒരു ഭയങ്കര ആയുധമാണ്.
തലവേദന ഉണ്ടെങ്കിലും മുട്ടുവേദന ഉണ്ടെങ്കിലും കാലുവേദന ഉണ്ടെങ്കിലും അല്പസമയം നിങ്ങൾ ഇരുന്നാൽ മതി. പക്ഷേ ആത്മാവിൽ നിങ്ങൾ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നന്മകളെ തടയുന്ന അശേരകളെ ദൈവം ഇറങ്ങി വെട്ടും. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ആത്മതലം ഈ ആലയത്തിനകത്ത് നിറയട്ടെ. ദൈവജനം ആത്മാവിൽ നിന്ന് നിറയട്ടെ. ഈ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ പൊന്നു ദൈവദാസനെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്നും വയ്യ, കാരണം മുമ്പിലും പ്രശ്നം പുറകിലും അനങ്ങാൻ വയ്യ. മുമ്പിലും പ്രശ്നം പുറകിലും പ്രശ്നം. ബൈബിളിലൊരു വചനമുണ്ട്, വചനമാണല്ലോ നമുക്ക് എല്ലാത്തിനും അടിസ്ഥാനം. ബൈബിളിലൊരു വചനമുണ്ട്, പാമ്പുകളെയും ഒന്നുറക്കെ പറഞ്ഞ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം. പറയുമ്പോൾ ഭയങ്കര ശക്തിയാണ്. ഈ സാധനം നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കണം. ദൈവമക്കൾ എന്താ പറയുന്നത്? മുമ്പിലും പ്രശ്നം പുറകിലും പ്രശ്നം, അനങ്ങാൻ വയ്യ ഭാഷ എന്നാ. എൻ്റെ ചോദ്യം, ദൈവം പാമ്പെന്നും പഴുതാരയെന്നും പറഞ്ഞില്ല, പാമ്പെന്നും പുലിയെന്നും ദൈവം പറഞ്ഞില്ല, പാമ്പെന്നും സിംഹമെന്നും ദൈവം പറഞ്ഞില്ല. ദൈവം എന്താ പറഞ്ഞ? പാമ്പും. അതെന്താ പാമ്പും തേളും എന്ന് പറഞ്ഞേ? ഈ പാമ്പ് എങ്ങനെയാ കുത്തുന്നേ? പാമ്പിൻ്റെ വിഷം എവിടെ ഇരിക്കുന്നേ? മുമ്പിലായിരിക്കുന്നത്. പാമ്പ് എങ്ങനെയാ കുത്തുന്നേ? ഇങ്ങനെയാ കുത്തുന്നേ. തേളിൻ്റെ വിഷം എവിടെ ഇരിക്കുന്നേ? പുറകില്ല, പുറകിൽ നിന്നാണ് കുത്തുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നെ മുമ്പിൽ നിന്ന് ആക്രമിക്കുന്നതും നിന്നെ പുറകിൽ നിന്ന് ആക്രമിക്കുന്നതുമായ ശത്രുവിനെ ഒരുമിച്ച് ചവിട്ടാനുള്ള അധികാരമായി എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നേ. ഞാൻ പറഞ്ഞ വചനത്തിൻ്റെ ആഴം മനസ്സിലായോ? പാമ്പുകളെയും തേളുകളെയും എന്ന് പറഞ്ഞാൽ നിന്നെ നിന്റെ തലമുറയെ മുൻപിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതും സഭേനെ പുറകിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമായ അന്ധകാര ശക്തികളെ ചവിട്ടാൻ അപ്പൊ ഗിദെയോനോട് പറഞ്ഞു, മോനെ നീ രാത്രി എഴുന്നേറ്റ് അശേരയെ വെട്ടിയതിന് ശേഷം, എല്ലാവരും ശ്രദ്ധിക്കണേ, ഇനി ഞാൻ എൻ്റെ യഥാർത്ഥ ദൂതിലേക്ക് ഞാൻ വരുന്നത്. അശേരയെ വെട്ടിയതിന് ശേഷം നീ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം. ദൈവമക്കളെ, നിങ്ങൾ എന്നെ മറന്നാലും ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നാലും ഇത് നിങ്ങൾ മറക്കരുത്. ഗിദെയോൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, പിതാക്കന്മാർ എന്നോട് അറിയിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അത്ഭുതങ്ങളൊക്കെ എവിടെ? എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? അപ്പോൾ ദൂതൻ ഗിദെയോനോട് പറഞ്ഞു, നീ രാത്രി എഴുന്നേറ്റ് നിന്റെ വീടിൻ്റെ മുൻപിലുള്ള നിന്റെ അപ്പൻ പറഞ്ഞ അശേരയെ നീ വെട്ടണം. അശേരയെ നീ വെട്ടിയതിന് ശേഷം അവിടെ നീ യഹോവയ്ക്കൊരു യാഗപീഠം പണിയണം. അവിടെ നീ എന്തോ പണിയണം? ഈ യാഗപീഠം എന്ന് പറഞ്ഞാൽ എന്തുവാ? പഴയ നിയമത്തിൽ ആരാധന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന ആയിരിക്കുന്ന സ്ഥലമാണ് യാഗപീഠം. നമ്മുടെ ഭാഷ പറഞ്ഞ പ്രാർത്ഥന, വചനധ്യാനം, ഒറ്റയ്ക്ക് എന്നുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, ഇതൊക്കെ യാഗപീഠം. നീ അശേരയെ വെട്ടിയിട്ട് യാഗപീഠം പണിയണമെന്ന് ഗിദെയോനോട് ദൈവം പറഞ്ഞപ്പോൾ ഗിദെയോൻ യാഗപീഠം എങ്ങനെ പണിയണം, എത്ര കല്ല് വയ്ക്കണമെന്ന് ചോദിച്ചില്ല. യാഗപീഠത്തിന് എത്ര കല്ലുണ്ട്? 12 ഗോത്രങ്ങളനുസരിച്ചാണ് കല്ല് വയ്ക്കുന്നത്. അപ്പോൾ ഗിദെയോനോട് യാഗപീഠം അവിടെ നീ പണിയണം. അശേരയെ വെട്ടിയിട്ട് അവിടെ നീ എന്തോ പണിയണം? യാഗപീഠം, ആരാധന നീ പണിയണം. പണിയണമെന്ന് പറഞ്ഞപ്പോൾ എത്ര കല്ല് വയ്ക്കണം കർത്താവേ, എങ്ങനെ പണിയണമെന്ന് ഗിദെയോൻ ചോദിച്ചില്ല. ഒരു ഉദാഹരണം പറയാം. ഈ ചർച്ച് ദൈവം ഒന്നുകൂടെ വിശാലമാക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു. അങ്ങനെ സംഭവിക്കട്ടെ, ആമേൻ. ദൈവം അങ്ങനെ ചിന്തിച്ച് കർത്താവ് അതിനുള്ള നന്മ ദൈവാസന കരങ്ങളിൽ ദൈവം കൊടുത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇലക്ട്രിക്കിൻ്റെ വർക്ക് നടക്കുമ്പോൾ, ഫാനിൻ്റെ ലൈറ്റിൻ്റെ ഒക്കെ വർക്ക് നടക്കുമ്പോൾ ദൈവദാസൻ വന്ന് എന്നോട് പറയുക, നെവിൻ വന്ന് ഈ ഇലക്ട്രിക് വർക്കെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ദൈവദാസനോട് ഞാൻ ചോദിക്കും, പാസ്റ്റർ എങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. കാരണം സ്വന്തമായ ഒരു ബൾബ് പോലും അറിഞ്ഞൂടാതെ ഞാൻ ഇതൊക്കെ എങ്ങനെയാണ്. എന്നാൽ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അഭിഷക്തൻ വന്ന് എന്നോട് പറയുക, പാസ്റ്ററേ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, 1 മണിക്കൂർ വന്ന് ദൈവജനം സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രസംഗിക്കണമെന്ന് ചോദിക്കുമോ? അതെന്താ? എനിക്കറിയാം പ്രാർത്ഥിച്ച് എങ്ങനെ
ഒരുങ്ങി. നേരത്തെ ഉള്ള സംഭവം എങ്ങനെയാ പണിയേണ്ടതെന്ന് അതെന്താ എനിക്ക് അറിയത്തില്ല. ഇത് ഞാൻ എങ്ങനെ പ്രസംഗിക്കേണ്ടതെന്ന് ചോദിച്ചില്ല, കാരണം എനിക്ക്. അപ്പോൾ നീ യാഗപീഠം പണിയണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ പണിയണമെന്നും എത്ര കല്ല് വെക്കണമെന്നും ഗിദെയോൻ ചോദിക്കാത്ത എന്താ അവന്? അപ്പം അറിഞ്ഞു വെച്ചുകൊണ്ട് അവൻ ആരാധിക്കാത്തല്ലേ? മനസ്സിലായില്ല? അറിഞ്ഞു വെച്ചുകൊണ്ട് യാഗപീഠം പണിയാത്തതല്ലേ? അപ്പം ഇവൻ അറിയാം യാഗപീഠം എങ്ങനെയാ പണിയേണ്ടത്, അതിന് എത്ര കല്ല് വയ്ക്കണം, എങ്ങനെയാണ് ആരാധനയെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ആരാധിക്കാത്തവന്റെ വീടിൻ്റെ അകത്ത് അശേരയല്ലാതെ അവനെ എന്തോ വളരും. ഒരു കാലത്ത് ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന നമ്മൾ, ഒരു കാലത്ത് ഉപവാസ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന നമ്മൾ, ഒരു കാലത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന നമ്മൾ, ഒരു കാലത്ത് വചനം വായിക്കുന്നതിന് പ്രാധാന്യം കൊടുത്തിരുന്ന നമ്മൾ, എവിടെയൊക്കെയോ ശത്രു നമ്മുടെ ആത്മീക ദർശനത തകർത്തപ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ നന്മയെ തടയാൻ അശേര വളർന്നു. ദൈവം ഗിദെയോനോട് പറഞ്ഞത്, മോനെ, നിന്റെ വീട്ടിൽ നന്മ വരാത്തതിന്റെ കാരണം നിന്റെ സഭയ്ക്കകത്ത് ആക്കി വെച്ചിരിക്കുന്ന പാസ കുഴപ്പമല്ല, വന്ന പ്രവാചകന്റെ കുഴപ്പമല്ല. നീ ആരാധിക്കേണ്ട സമയത്ത് ദൈവത്തെ ആരാധിച്ചാൽ, കുടുംബ പ്രാർത്ഥനയ്ക്കുള്ള സമയത്ത് അതിന് നീ മാറ്റിവെച്ചാൽ, ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള സമയം നീ മാറ്റിവെച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയം നീ മാറ്റിവെച്ചാൽ, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്താൽ നിന്റെ കുടുംബത്തിന് നേരെ ഒരാശയവും വളരത്തില്ല. ഇന്ന് പകൽക്കാലം ആ ദൂത് ഈ സഭയ്ക്കകത്ത് അങ്ങനെ തന്നെ സംഭവിക്കട്ടപ്പ. സകല ആശയങ്ങളെ തകർക്കുന്നൊരു ദൈവകരം വെളിപ്പെടട്ടെ. മുടങ്ങിക്കിടന്ന പ്രാർത്ഥനകൾ കർത്താവെ, ഞങ്ങൾ അലസിക്കളഞ്ഞ പ്രാർത്ഥനകൾ കർത്താവെ, മുടക്കം വരുത്തിയ ദൈവത്തോടുള്ള സ്നേഹം ഇന്ന് പകൽക്കാലം തിരിച്ചു പിടിക്കാൻ അങ്ങനെ ദൈവം പറഞ്ഞത് കേട്ട് യാഗപീഠം പണി തുടങ്ങി. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം, യാഗപീഠം പണി തുടങ്ങി. അശേരയെ വെട്ടിയിട്ട് മുടങ്ങിക്കിടന്ന ആരാധന പണി തുടങ്ങി. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ അത് ആത്മാവിൽ കാണണം. എന്നെയും എൻ്റെ കുടുംബത്തെയും തലമുറകളെയും സഭയ്ക്കകത്തുള്ള ദൈവമക്കളെയും സഭയെയും തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തികളുടെ അശേരകളെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വെട്ടിയിട്ട് പഴയതുപോലുള്ള ഒരു ആരാധന, പഴയതുപോലുള്ള ഒരു ആദ്യ സ്നേഹം, പഴയതുപോലുള്ള ഒരു ദൈവത്തോടുള്ള ഒരു ആത്മാവിലുള്ള പ്രാർത്ഥന Yes, yes. ആരാധന, മുടങ്ങിക്കിടന്ന ആരാധന ഇവൻ പണിഞ്ഞു തുടങ്ങി. ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ, നന്മയെ തടയുന്ന അശേര ഇരുന്ന സ്ഥലത്ത് ഇപ്പം അശേര മാറി ആരാധന വന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നത് യാഗപീഠം പണി തുടങ്ങിയപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇവരുടെ നന്മകളെ അപകരിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന മിദ്യാന്റെ പാളയത്തിനകത്ത് ഒരുത്ത സ്വപ്നം കാണുക. നിങ്ങൾ മനസ്സിലായോ? ഇന്നലെ വരെ ഈ മിദ്യാനിയർ പ്രാർത്ഥിക്കുന്നവന്റെ നന്മയെ കൊണ്ടുപോകാനാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠം ഒരുത്തം പണിഞ്ഞപ്പോ ശത്രുവിൻ്റെ പാളയത്തിനകത്ത് ഒരുത്ത സ്വപ്നം കാണുക. എന്താണെന്നറിയോ? സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് സ്വപ്നം കണ്ട ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് പറയുക, എടാ മോനെ ഇങ്ങോട്ട് വന്നേ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഉടനെ കേട്ടോണ്ടിരുന്ന മിദ്യാൻ പറഞ്ഞു, എന്താ മോനെ സ്വപ്നം? ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഈ ഇസ്രായേലിൻ്റെ പാളയത്തിൻ്റെ അകത്തുനിന്ന് ഒരു യവത്തപ്പം, ചെറിയ ഒരു യവത്തപ്പം ഉരുണ്ട് വന്ന്
നമ്മുടെയൊക്കെ കൂടാരങ്ങളെ ഇടിച്ച് പൊടിച്ച് കളയുന്നു. അയ്യോ, എന്തുവാ സ്വപ്നം? മോനെ ഇന്നലെ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങിയതാ. പക്ഷെ ഞാനൊരു സ്വപ്നം കണ്ടു. ഇസ്രായേലിൻ്റെ പാളയത്തെന്ന്. ഏതാ ഇസ്രായേലിൻ്റെ പാളയം? നന്മകളെ തടയാൻ ഉയർന്നു നിന്ന് അശേരയെ വെട്ടിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ആരാധന പണിഞ്ഞവന്റെ ഭവനത്തിന്റെ അകത്തുനിന്ന്. ഓ, ഞാനത് പറയുമ്പോൾ എത്ര ദൈവമക്കൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒറ്റ രാത്രി കൊണ്ട് മുടങ്ങിക്കിടന്ന ആരാധന ഒരുത്തൻ തിരിച്ചു പിടിച്ചപ്പോൾ ശത്രുവിന്റെ പാളയത്തിനകത്ത് ദൈവ സ്വപ്നം വെളിപ്പെടുത്തിയെങ്കിൽ ഉടമ രഗത ശമ്പന ലക്ഷത്തിലമ്പന അടങ്ങ രഗത രമ്പല ഉടമ രഗത ശാന്തൂര്യാമാന. ഇസ്രായേലിന്റെ പാളയത്തുനിന്നൊരു ഹെവത്തപ്പ് ഉരുണ്ടുവന്ന് നമ്മുടെയൊക്കെ കൂടാരങ്ങളെ വീടുകളെ ഇടിച്ചു പൊടിച്ച് കളയുന്നെന്ന് പറഞ്ഞ ഉടനെ കേട്ടോണ്ടിരുന്നവൻ, നമ്മളെക്കാളും ഭയങ്കര വ്യാഖ്യാനികളാണ്, കേട്ടോണ്ടിരുന്നവൻ പറയുന്ന തിരിച്ചു പറഞ്ഞു കൊടുക്കുക, എടാ ഇത് വേറൊന്നുമല്ല, യോവാശിന്റെ മകനായ ഗിദയോന്റെ വാളെന്ന്. ഗിദയോൻ എപ്പോഴാ വാളെടുത്തേ? ഗിദയോൻ എപ്പോഴാ കുന്തം എടുത്തേ? നീ വാളും എടുക്കണ്ട, കുന്തവും എടുക്കണ്ട, നീ ആരാധിച്ചാ മതി. നിന്റെ ആരാധന ഒരു ആയുധമായി ശത്രുവിന്റെ പാളയത്തിനകത്ത് പോകാൻ എൻ്റെ ദൈവം ചിലത് ചെയ്യുമെന്ന് ഇന്ന് പകലിൽ തിരിച്ചറിയുന്നവർ ശക്തിയോടെ ആത്മാവിലൊന്ന് ആരാധിച്ചേ. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആരാധന ഒരു ആയുധമായി. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അടകൽ പ്രൗഢക്കന രഗന്തലഞ്ജന പ്രൗഢ അമ്പല ലക്ഷത്തിലമ്പല ഉടമ രഗത ദുലമന രഗതന രമ്പല ലക്ഷത്തിലമ്പന. ഇവിടെ നിന്ന് ഉയരുന്ന സ്തുതികൾ സ്തോത്രം ആയുധമായി മാറാൻ അതുകൊണ്ടല്ലേ എസ്തേറിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കഴുകുമരം ഉണ്ടാക്കാൻ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു, സംഭവമെല്ലാം ഫർണിഷ് ചെയ്ത് അടിപൊളിയാക്കി നിർത്തി. ഇതിൻ്റെ കൽപ്പന മേടിക്കാൻ രാജാവിൻ്റെ കൊട്ടാരം വരെ പോയി, ശരിയാണ്. പക്ഷെ പോയത് വരെ നീ സന്തോഷത്തോടെ പോയേ. കഴുകുമരം ഉണ്ടാക്കിയപ്പോഴും നീ സന്തോഷത്തോടെ നീ ചെയ്തത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഒരുത്തൻ ദുഃഖത്തോടെ വരുവാ. ദുഃഖത്തോടെ വരുന്നവനോട് ഭാര്യ ചോദിച്ചൊരു ചോദ്യം, എന്താ മോനെ നീ ദുഃഖത്തോടെ വരുന്നേ? ഭർത്താവ് തിരിച്ചു പറഞ്ഞു, കാര്യം കയ്യിന്ന് പോയി. ഭാര്യ തിരിച്ചു പറഞ്ഞൊരു വാക്കെന്നറിയാമോ? അവൻ യഹൂദനാണെങ്കിൽ അവൻ്റെ കൂടെ, നിന്റെ കൂടെ ഇനി രാജാവുണ്ടെന്ന് പറഞ്ഞാലും, നിന്റെ കൂടെ ഒരു രാജ്യം മൊത്തം ഉണ്ടെന്ന് പറഞ്ഞാലും, അവൻ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, അവൻ സ്തുതിക്കുന്നവനാണെങ്കിൽ നിന്റെ ഒരായുധവും അവരെ വീട്ടിൽ ചലിക്കത്തില്ല. ഓ ഉടമ രഗത ശാന്തൂര്യാമാന, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണോ? യവത്തപ്പം ഉരുണ്ട് വന്ന് ഇസ്രായേലിലെ കൂടാരങ്ങളെ മറിച്ച് കളയുന്നെന്ന് പറഞ്ഞ ഉടനെ ഇവർ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു, അത് യോവാശിൻ്റെ മകനായ ഗിദയോൻ്റെ വാളല്ലാതെ വേറൊന്നുമല്ല. ദൈവമക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് പഴയതുപോലെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, എനിക്കും എൻ്റെ തലമുറയ്ക്കും സഭയ്ക്കും കിട്ടാത്തത് അവർക്കും അവരുടെ തലമുറയ്ക്കും കിട്ടരുതെന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്നവരുടെ മുൻപാകെ ഇറങ്ങി വരുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇനി ശ്രദ്ധിക്കണം, വേഗത്തിൽ പറഞ്ഞു വിടാം. ഗിദയോനോട് ദൈവം പറയുന്നൊരു വാക്യതാണ്, മോനെ നീ യാഗപീഠം പണിഞ്ഞല്ലോ, ശരി, ഇനി നീ മിദ്യാന്യരോട് യുദ്ധത്തിന് പോകണം. ഇത് മാത്രം ഞങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതോടെ പറഞ്ഞു വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളിരിക്കും.
ഇനി നീ മിദ്യാനയരോട് യുദ്ധത്തിന്, ഇന്നലെ വരെ ആരെ യുദ്ധത്തിന് വന്നുകൊണ്ടിരുന്നേ? മിദ്യാനയരാണ് പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ യുദ്ധത്തിന് വന്നുകൊണ്ടിരുന്നേ. പക്ഷെ പ്രാർത്ഥിക്കുന്നവൻ ആരാധന ഒന്നുകൂടെ പുതുക്കിയപ്പോ ഇപ്പൊ ദൈവം പറയുക, ഇനി അവൻ വരണ്ട, നീ അങ്ങോട്ട് പോകാൻ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സഭയുടെ വളർച്ചയെ തടയുന്ന, എൻ്റെ സഭയുടെ വാഗ്ദത്തത്തെ തടയുന്ന, എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തെ തടയാൻ ശ്രമിക്കുന്ന ശത്രുവിൻ്റെ പാളയത്തിനകത്ത് അങ്ങോട്ട് യുദ്ധത്തിന് പോകാൻ ഉടമരകഥ ശമ്പന ലക്ഷത്തിലമ്പന ശാത്തൂരിയാമാന രകന്തലഞ്ജന പ്രൗഢ രമ്പന ലക്ഷത്തിലമ്പന. ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, യുദ്ധത്തിന് ഞാൻ വചനം മാത്രം ഞാൻ പറഞ്ഞിരിക്കാം, വചനം മാത്രം. എനിക്കതാ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് മനസ്സിലാക്കണം, യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഗിദെയോനോട് ദൈവം പറയുകയാണ്, ഗിദെയോനെ നീ വാളെടുക്കരുത്. എന്തിനാ പോകാൻ പോണേ? വാളില്ലാതെ എന്തോ യുദ്ധമാണ്. നീ വാളെടുക്കരുത്, കുന്തമെടുക്കരുത്, പരിചയം എടുക്കരുത്, കത്തി എടുക്കരുത്, ഒന്നും എടുക്കരുത്. ലക്ഷക്കണക്കിന് വരുന്ന ഇന്നലകളിൽ ഇവരുടെ നന്മകളെ അപഹരിച്ചു കൊണ്ടുപോയ ശത്രുവിനെ തകർക്കാൻ ഒരു വാള് പോലും എടുക്കരുതെന്ന് ദൈവം പറയുക. എന്നിട്ട് ഗിദെയോനോട് ദൈവം പറയും. അപ്പോൾ ഗിദെയോൻ ചോദിച്ചു, പൊന്നു കർത്താവേ, ഈ ലക്ഷക്കണക്കിന് വരുന്നവരുടെ മുൻപാകെ ഈ 300 പേരെയും കൊണ്ട് വാളും കുന്തവും എടുക്കാതെ പിന്നെ എന്തോ എടുക്കണം? ദൈവം പറഞ്ഞു, മോനെ നീ ഒരു തീപ്പന്ത എടുക്കണം. എന്തോ എടുക്കണം? തീപ്പന്ത എടുക്കണം. എന്നിട്ട് ഒരു മൺപാത്രം നീ എടുക്കണം. ഒരു മൺപാത്രം. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഈ തീയിനെ നീ മൺപാത്രം വെച്ച് മറയ്ക്കണം. ദൈവം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന 300 പേരോട് പറയുന്ന വാക്കിതാണ്, വാളെടുക്കരുത്, കുന്തമെടുക്കരുത്, പരിചയം എടുക്കരുത്, കത്തി എടുക്കരുത്, ഒന്നും എടുക്കരുത്. പകരം ഒരു തീപ്പന്ത എടുക്കണം, ഒരു മൺപാത്രം എടുക്കണം. എന്നിട്ട് ഈ തീയിനെ മൺപാത്രം കൊണ്ട് എന്ത് ചെയ്യണം? മറയ്ക്കണം. മൺപാത്രം കൊണ്ട് തീയിനെ മറച്ച തീ കാണാൻ പറ്റുമോ? ഈ പഴയ കാലത്തെ അപ്പച്ചനമ്മച്ചിമാരൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ചൂട്ടുകറ്റ കത്തിച്ചാൽ പോകുന്നത് അല്ലേ? ചൂട്ടുകറ്റ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്തേ, ദൈവാസനം എല്ലാവരും കൂടെ ആൻറ്റിയുടെയോ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ഭവന പ്രാർത്ഥന രാത്രി 7 മണിക്ക് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പോവുക. തീപ്പന്തവും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാനും ഈ ദൈവാസൻ്റെ ബാഗ് പിടിച്ച് ഒരു തീപ്പന്തവും പിടിച്ച് ഇങ്ങനെ പോവുക. പോകുന്ന വഴിക്ക് നിങ്ങൾ ഈ തീപ്പന്തം നമ്മൾ എന്തിനാണ് പിടിക്കുന്നത്? വെട്ടം കാണാനല്ലേ, വെളിച്ചം കിട്ടാനാ. ഞാനും നിങ്ങളുടെ കൂടെ തീപ്പന്തം പിടിച്ചിങ്ങനെ നടന്നു വരുന്ന കൂട്ടത്ത് പെട്ടെന്നൊരു മൺകല എടുത്തു വെച്ച് ഈ തീയിനെ മറച്ചാൽ അടുത്ത ഉപവാസ പ്രാർത്ഥന എൻ്റെ വിടുതലിന് വേണ്ടി നിങ്ങൾ വയ്ക്കും. കാരണം എന്താ? എടാ, ഈ തീപ്പന്തം പിടിക്കുന്നത് വെട്ടം കാണാനാ. ഇത് വെച്ച് മറച്ച വെട്ടം കാണുമോ? അപ്പം ദൈവം ഗിദെയോനോട് പറയണം, മോനെ തീപ്പന്തം നീ മൺപാത്രം വെച്ച് മറയ്ക്കണം. എന്നിട്ട് ഒരു കയ്യിൽ നീ കാഹളം എടുക്കണം. കാഹളം എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതി. നിന്റെ ഒരു കയ്യിൽ സ്തുതിയും ഒരു കയ്യിൽ ഈ തീനെ മറയ്ക്കുന്ന ഒരു മൺപാത്രവും പിടിച്ച് നീ യുദ്ധത്തിന് പോ. ബാക്കി ഞാൻ ചെയ്തോളാം. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, അതിൻ്റെ വ്യാഖ്യാനം എന്താ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മ തന്നത്, നെവിനെ എരികോ കോട്ട തകർക്കാൻ ആരാ കുന്തം എടുത്തേ? എരികോ കോട്ട തകർക്കാൻ ആരാ വാളെടുത്തേ? 7 ദിവസം ചുറ്റി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ഒറ്റ സ്തുതിയുടെ പുറത്ത് കോട്ട വീണെങ്കിൽ, ഓ ഉടമ രഗത ശാന്തൂരിയാമാന രമ്പല രക്ഷത്തിലമ്പര അടക രഗത ദിലമന ശമ്പന രക്ഷത്തിലമ്പന ശാന്തൂരിയാമാന രഗന്തലഞ്ജന പ്രൗഢ രമ്പല രക്ഷത്തിലമ്പല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2024 നമ്മളെക്കാളും ബലമുള്ളവരും സാമർത്ഥ്യമുള്ളവരും പണമുള്ളവരും പിടിപാടുള്ള പലരും ഒക്കെ വീണു പോയപ്പോൾ 2024 എൻ്റെ നിങ്ങളുടെ കുടുംബത്തിന് മുൻപാകെ മരണപ്പന്തൽ വിരിക്കാൻ കാത്തിരുന്ന സംഹാരകനെ പിടിച്ചു നിർത്തിയത് നമ്മുടെ കഴിവല്ല, തമ്പുരാന്റെ കരുണയാണ്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നിങ്ങളുടെ സ്തുതിയാണ്
പല പ്രശ്നങ്ങളെ പിടിച്ചു നിർത്തിയത്. ആരെ കൊണ്ട് തകർക്കാൻ പറ്റാത്തത്, സ്വപ്നത്തിൽ പോലും ഒരു മനുഷ്യനെ കൊണ്ട് പൊളിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ച് നെഞ്ചു വിടർത്തി നിന്ന യെരിഹോ കോട്ടേനെ ഒരു കാഹളത്തിന്റെ സ്തുതിയുടെ മുൻപാകെ തമ്പുരാൻ വീഴ്ത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാലം വിശ്വസിക്കാതെ മക്കളെ, നമ്മുടെ സഭയ്ക്ക് മുൻപാകെ, കുടുംബത്തിന് മുൻപാകെ ഉയർന്നു നിൽക്കുന്ന ഏത് യെരിഹോ കോട്ടയായിരുന്നാലും ഈ സ്തുതിയുടെ മുൻപാകെ വീഴാത്ത പ്രശ്നമില്ല. അല്പസമയം ആത്മാവിൽ ദൈവത്തിൽ ഒരുമിച്ച് ദൈവത്തോട് മഹത്വപ്പെടുത്തിയേ. ഇന്ന് പകൽക്കാലം ഇവിടെ നിന്ന് ഉയരുന്ന സ്തുതികൾ അപ്പൊ ഒരു കയ്യിൽ സ്തുതി നമുക്ക് മനസ്സിലായി. ഒരു കയ്യിൽ സ്തുതി വേണം. രണ്ടാമത്തെ കയ്യിൽ എന്തിനാണ് ഈ തീപ്പന്തം പിടിച്ചിട്ട് മൺപാത്രം കൊണ്ട് മറച്ചത്? മൺപാത്രം കൊണ്ട് മറച്ച തീ കാണാൻ പറ്റുമോ? അയ്യോ, ഒന്ന് ഉറക്കെ പറഞ്ഞ തീ കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല. മൺപാത്രം വെച്ച് മറച്ചിരിക്കുക. ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തൊരു വചനം ഓർമ്മ വന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം എത്രയെന്ന് വരേണ്ടതിന് നമ്മളാകുന്ന മൺകൂടാരങ്ങളിൽ എത്രേ, മൺപാത്രങ്ങളിൽ എത്രേ എന്ന് പറഞ്ഞാൽ, ഈ അത്യന്ത ശക്തിയാകുന്ന തീ ഞാനാകുന്ന മൺപാത്രത്തിൻ്റെ അകത്താണ് പകർന്നിരിക്കുന്നത്. ഗിദെയോനോട് ദൈവം പറഞ്ഞത്, ഈ മൺപാത്രം വെച്ച് നീ തീനെ മറച്ചിട്ട് കാഹളമൂതുന്ന സമയത്ത്, സ്തുതിക്കുന്ന സമയത്ത് മൺപാത്രം നീ പൊട്ടിക്കണം. അപ്പൊ എന്ത് പുറത്തു വരും? ദൈവമക്കളെ, നിങ്ങൾ സ്തുതിച്ചാൽ ഈ അകത്തിരിക്കുന്ന തീ പുറത്തു വരും. നിങ്ങൾ ആരാധിച്ചാൽ സഭയ്ക്കകത്ത് ഒരു ആത്മാവിന്റെ തീ വെളിയിൽ വരും. ഈ പ്രാർത്ഥനയിൽ അങ്ങനെ ചില ചലനങ്ങൾ ഈ ആലയത്തിനകത്ത് സംഭവിക്കട്ടെ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന തീ പുറത്തു വന്നാൽ വാളെടുക്കാതെ, കുന്തമെടുക്കാതെ ചില ശത്രുക്കളെ ജയിക്കാൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്തുതിച്ചപ്പോൾ, കാഹളം ഊതി അവർ ദൈവത്തെ സ്തുതിച്ച മാത്രയിൽ ഇവർ ഈ മൺപാത്രത്തെ പൊട്ടിച്ചപ്പോൾ അകത്തിരിക്കുന്ന തീ പുറത്തു വന്ന ഉടനെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ശത്രുവിന്റെ പാളയത്തിനകത്ത് പാച്ചൽ തുടങ്ങി. 2, അവർ തമ്മിൽ വെട്ടി മരിച്ചെന്ന. പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും കൊന്നോ? പ്രാർത്ഥിക്കുന്നവൻ ആരുടെയെങ്കിലും നേരെ വാളോങ്ങിയോ? ആരുടെയെങ്കിലും നേരെ കുന്തമെയ്തോ? ഒന്നും ചെയ്യണ്ട. പാസ്റ്ററെ എനിക്ക് നേരെ അവരത് ചെയ്യുക, പാസ്റ്ററെ ഇവർ എനിക്ക് നേരെ ഇത് ചെയ്യുക. നീ മിണ്ടാതിരുന്ന പ്രാർത്ഥിക്ക്. യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങി വരും. യുദ്ധം ചെയ്യാൻ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റിരിക്കാൻ കഴിയുന്ന എല്ലാ ദൈവമക്കളും ദൈവസേന എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന എല്ലാവരും ദൈവസേന എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തമന, രഗതന, ശമ്പന, രക്ഷത്തിലമ്പന. എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ നന്മകളെ തടയുന്ന ഏത് ആശയരയായിരുന്നാലും ഇന്ന് പകലിൽ ഞാൻ കേട്ടതുപോലെ അതിനെ ആത്മാവിൽ വെട്ടാൻ. ഞാനത് പറയുമ്പോൾ ആത്മാഭിഷേകം പ്രാപിച്ച എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ.
ഉത്തമ രഗത ശാന്തൂരിയാമന എന്റെ നന്മകളെ തടയുന്ന അശേരകളെ ആത്മാവിൽ വിട്ടാൽ, ആത്മാവിൽ ഞാനതിനെ ജയിക്കണമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്ന ആരാധന ഞാൻ പണിയണം. ഇടിഞ്ഞു കിടക്കുന്ന ആരാധന ഞാൻ പണിഞ്ഞാൽ എന്റെ സ്തുതി ഒരു ആയുധം